കുറച്ച് നേരമെങ്കിലും മഴ ഇങ്ങനെ പെയ്യാതെ നിൽക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ രാവിലെ തന്നെ അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നേ. അമ്മച്ചിക്ക് ഏതാണ്ട് മേടിക്കണമെന്നും പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് അച്ഛൻ വീട്ടിലുണ്ടേ. അപ്പോൾ ഇപ്പോൾ കടയ്ക്ക് പോവും. അന്നേരം അമ്മച്ചിക്ക് എന്തോ വാങ്ങണമെന്നും പറഞ്ഞ് പൈസയും കൊണ്ട് വന്നതാണേ. ഞായറാഴ്ച പൊതുവെ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കുറച്ച് താമസിച്ചാണ് കേട്ടോ. അപ്പോൾ അമ്മയും ഞാനും രാവിലെ തന്നെ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ താമരയുടെ ആ ഒരു പോട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി കേട്ടോ. ഇവിടെ കുറച്ചും കൂടെ സൺലൈറ്റ് ഉള്ള സ്ഥലമായതുകൊണ്ടേ നിങ്ങൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തേക്കുന്നതൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് കുറച്ചും കൂടെ സൺലൈറ്റ് കിട്ടുന്ന അടുത്തേക്ക് വെച്ചതാണേ. അപ്പോൾ ഇനി എന്താവും എന്ന് നമുക്ക് നോക്കാം. മഴ കാരണം നമ്മുടെ ഇവിടെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനെല്ലാം ഇങ്ങനെ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് വെച്ച് കെട്ടിക്കൊടുത്ത് കുറച്ചൊക്കെ സേഫാക്കി നിർത്തിയിട്ടുണ്ടേ. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ കുറേ തൈകൾ നിൽപ്പുണ്ടേ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ പൂവിടുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ, ഈ മഴയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം. നമ്മുടെ റോസയിൽ കുറേ മൊട്ടുണ്ടായി നിൽപ്പുണ്ട് കേട്ടോ, ബഡ് ചെയ്ത റോസയിൽ. അതൊക്കെ വിരിയുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. പിന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് കേട്ടോ, നമ്മുടെ ചെടികൾക്കൊക്കെ എന്ത് വളമാണ് കൊടുക്കുന്നതെന്ന്. ഇവിടെ അമ്മ ആകെ കൊടുക്കുന്ന വളമെന്ന് പറഞ്ഞത് ഈ കാണുന്നതാണ്. ഇതുപോലെ വലിയ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ പച്ചക്കറിയുടെ വേസ്റ്റ്, കുറേ ചെത്തിയ സാധനങ്ങളൊക്കെ കാണുമല്ലോ, ആ വേസ്റ്റ് എല്ലാം കൂടെ ഫില്ല് ചെയ്ത് ഈ ബോട്ടിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടപ്പിൽ 3-4 ഓട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ചീഞ്ഞ് നീരായിട്ട് ചെടിയുടെ അടിയിലേക്ക് ഇറങ്ങുവേ.